അധ്യാപകരുടെ കയ്യിൽ വടി കൊടുക്കൂ, അവരെല്ലാം ശരിയാക്കി തരുമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു അധ്യാപകനാണ്. കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബിഹേവിയർ മോൾഡിംഗ് മോഡേൺ സയൻസ് പറയുന്നത് ഇൻഫൻസി സ്റ്റേജ് ആണ്. അതായത് 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതിനുശേഷം ഏർലി ചൈൽഡ്ഹുഡിൽ കുറച്ചുകൂടി സ്വാധീനം ചെലുത്തുമെന്ന് പറയുന്നു. അതായത് 2 to 6, 6 വയസ്സിനുള്ളിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളും ആ കുട്ടി ഗ്രഹിക്കുകയാണ്. കുട്ടി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ശരിയാവും തോന്നുന്നില്ല. കുട്ടി പിടിച്ചെടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ പറയുന്നതിനനുസരിച്ചല്ല കുട്ടി പ്രവർത്തിക്കുന്നത്, കുട്ടി കാണുന്നതിനനുസരിച്ചാണ്. അപ്പം കുട്ടികൾക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ കാണിക്കാനും അത് ജീവിതത്തിൽ അനുഭവിപ്പിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് കുട്ടിക്ക് യഥാർത്ഥത്തിലുള്ള ബിഹേവിയർ ഫോർമേഷൻ നടക്കുന്നത് എന്ന്. അതല്ലെങ്കിൽ കുട്ടി പരിസരത്ത് നിന്ന് കാണുന്ന എന്തെല്ലാമോ കണ്ട് പിന്നെ സൈബർ ലോകത്ത് കുട്ടി ഒരുപാട് സമയം ചെലവഴിച്ച് അതിലെന്തെല്ലാമാണോ കാണുന്നത് എന്നുള്ള തരത്തിലേക്ക് കുട്ടിയുടെ മനസ്സ് മാറ്റപ്പെടുകയും കുട്ടിക്ക് അത് എപ്പോഴാണോ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ കുട്ടിക്ക് എപ്പോഴാണോ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, ആ ഒരു അവസരം വരുമ്പോൾ, അത് പ്രത്യേകിച്ചും അഡോളസൻസ് സ്റ്റേജാണ്, ആ സ്റ്റേജിലെത്തുമ്പോൾ കുട്ടി കൃത്യമായി അത് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളിൽ പലരും മനസ്സിലാക്കാത്തതാണോ എന്നറിയില്ല. ആൽഫ സ്റ്റേജിലുള്ള കുട്ടികളെ ഏത് തരത്തിലാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കണം പാരൻസ് കുട്ടികളെ ഈ രംഗത്ത് മുന്നോട്ട് നയിക്കേണ്ടത്. വടി ആവശ്യം തന്നെയാണ്, വടി വേണ്ട എന്നുള്ള വാദമല്ല. പക്ഷേ അതാണ് ഒറ്റമൂലി എന്ന് പറയുന്നതിൽ വലിയ കഥയുണ്ടെന്നും തോന്നുന്നു.